ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഹിസ്ബുള്ളയിലേക്കാണ്. അടുത്ത ദിവസങ്ങളിൽ മേധാവി ഉൾപ്പെടെ നിരവധി ഉന്നതരെ ഹിസ്ബുള്ളയ്ക്ക് നഷ്ടമായി. ഹിസ്ബുള്ള തളർന്നോ അതോ മുന്നേറുമോ എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ഹിസ്ബുള്ളയുടെ ജിഹാദി കൗൺസിലിലെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു. ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് ഈ വിഭാഗമാണ്. നയപരമായ തീരുമാനമെടുക്കുന്ന ഷുറ കൗൺസിലിലെ നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തെക്കൻ ബെയ്റൂത്തിലെ ദഹിയയിൽ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത്. ലെബനീസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ നസ്രല്ലയാണ് ലെബനീസ് സൈന്യത്തെക്കാളും വലിയ സൈനിക ശക്തിയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തത്. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളിൽ ഒരാളായ കമാൻഡർ നബീൽ കൗക്കും ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ല വധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് കൗക്കും കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ മധ്യതലത്തിലെ ഡെപ്യൂട്ടി മേധാവിയായ നബീൽ കൗക്ക് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാണ്. 1980 മുതൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കൗക്ക് 2006 മുതൽ ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. നസ്രല്ലയുടെ പിൻഗാമിയായി പറഞ്ഞിരുന്ന പേരുകളിലൊന്നും കൗക്കിൻ്റേതായിരുന്നു. ഹിസ്ബുള്ളയെ ശക്തമായ സായുധ സംഘമായി വളർത്തിയതിൽ സുപ്രധാന പങ്ക് വഹിച്ച നേതാവാണ് നസ്രല്ല. 32ാമത്തെ വയസ്സിൽ 1992 നസ്രല്ല ഹിസ്ബുള്ളയുടെ മേധാവിയായി ചുമതലയേറ്റത്. ഇസ്രായേൽ ലെബനൻ യുദ്ധം തുടങ്ങിയ ശേഷം 2006 മുതൽ നസ്രല്ല പൊതുവേദികളിൽ അപൂർവമായേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. ഇറാനിയൻ ചാരനെ വെച്ചാണ് ഇസ്രായേൽ നസ്രല്ലയെ കുടുക്കിയതെന്ന റിപ്പോർട്ടും അതിനിടെ പുറത്തു വന്നു. തുടരെ ഉണ്ടായ തിരിച്ചടികൾ ഹിസ്ബുള്ളയുടെ ശക്തി ചോർത്തിയോ? ഹിസ്ബുള്ള വളരുമോ തളരുമോ? തളർത്തില്ല എന്നാണ് ചരിത്രവും വിദഗ്ധരും പറയുന്നത്. മേധാവികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാത്രം സംഘടനകളെ തകർക്കാനാവില്ല. 2008 ദമാസ്കസിൽ വെച്ച് ഹിസ്ബുള്ളയുടെ സൈനിക മേധാവി ഇമാദ് മുഗ്നിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ആ കൊലപാതകം ഹിസ്ബുള്ളയെ തളർത്തിയില്ല. തുടർന്ന് ഹിസ്ബുള്ളയുടെ കരുത്ത് വർദ്ധിച്ചതേയുള്ളൂ. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിതമായ സംഘടനയാണ് ഹിസ്ബുള്ള. ഇറാന്റെ ശക്തമായ പിന്തുണയും അവർക്കുണ്ട്. ഇന്നും അവർ വിപുലമായ സന്നാഹങ്ങളുള്ള ഒരു സായുധ ശക്തിയായി നിൽക്കുക തന്നെയാണ്. ഹസൻ നസ്രല്ലയുടെ കൊലപാതകം തീർച്ചയായും ഇസ്രായേലിന് എടുത്തു പറയാവുന്ന നേട്ടം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഹിസ്ബുള്ളയെ നിശബ്ദരാക്കാനാവുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. സംഘടനയെ പുനരേകോപിപ്പിച്ചും പുതിയ നേതാക്കളെ തിരഞ്ഞെടുത്തും അവർ ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരും. അതുതന്നെയാണ് ചരിത്രം പറഞ്ഞു തരുന്ന പാഠവും.